പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വരാനുള്ള കാരണം, ഇന്നത്തെ മനോരമയിൽ ഞാൻ കണ്ട കാഴ്ച. അതായത് 2-ാം തീയതിയെ മനോരമയിൽ ചന്ദനപ്പള്ളി വലിയ പള്ളിയിൽ പെരുന്നാൾ ചെമ്പടപ്പ് 8-ന് തീർത്ഥാടന കേന്ദ്രം വിശുദ്ധ ഗീവറി സഹോദരയുടെ തിരുശേഷിപ്പ് പ്രതീക്ഷിച്ചിരിക്കുന്നതുമായ ചന്ദനപ്പള്ളി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ പെരുന്നാളിനോടനുബന്ധിച്ച് പ്രസിദ്ധമായ ചെമ്പടപ്പ് 8-ന് നടക്കും. രാവിലെ 6-ന് അങ്ങാടിക്കൽ മേക്കാട്ട് കുടുംബത്തിലെ കാർണോർ അരിയിലിൽ കർമ്മം നിർവഹിക്കും. നല്ല കാര്യം. ഞാൻ ചോദിക്കുകയല്ല, എനിക്ക് പറയാനുള്ളത്, ഓർത്തഡോക്സ് സഭയെപ്പോലെ അനാചാരങ്ങൾ ഓരോന്ന് ഉണ്ടാക്കുന്ന സഭ വേറെയില്ല. എന്താണ് ഈ ചെമ്പടപ്പിൻ്റെ പുറകിലുള്ള കഥയെന്ന് നിങ്ങൾക്ക് പറയാമോ? ആർക്കെങ്കിലും, ഏതായാലും ചന്ദനപ്പള്ളിക്കാരെങ്കിലും പറയട്ടെ. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളൊരു പെരുന്നാൾ എന്തെങ്കിലും ആഘോഷിക്കുമ്പോൾ ഈ അനാചാരങ്ങൾ എന്തിന്? ചന്ദനപ്പള്ളി ഓർത്തഡോക്സ് സഭയുടെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ, അതായത് ഓരോ ദേവാലയവും കാലാകാലങ്ങളിൽ പുരോഹിതന്മാർക്ക് കോർപ്പിക്കോസ്കോപ്പ എന്നൊക്കെ സ്ഥാനക്കയറ്റം കൊടുക്കുന്ന പോലെ തന്നെ അവർ തിരഞ്ഞെടുക്കുന്ന ഓരോ ദേവാലയങ്ങൾക്കും ഓരോ പറമ്പി കൊടുത്ത് ഉയർത്തും. എന്തിനാണ്? അവിടെ ആൾക്കാർ അതിനെക്കുറിച്ച് ആ ദേവാലയത്തിൽ എന്ത് മഹിമയാണുള്ളതെന്ന് ചോദിക്കാതെയും പറയാതെയും ആൾക്കാർ അവിടെ വന്ന് നേർച്ച കാശുകൾ അർപ്പിക്കും. കാശ് കിട്ടാനായിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഒരു ദേവാലയം? ഒരു ദേവാലയത്തിൽ ആ ദേവാലയം ആർക്ക് വേണ്ടി ആര് പണി കഴിപ്പിച്ചു? ദാവീദ് രാജാവ് തൻ്റെ വാസസ്ഥലത്തിരുന്ന് ചിന്തിച്ചപ്പോൾ ഓർമ്മയിൽ വന്നതാണ് ദൈവത്തിനൊരു ആലയം പണിയണമെന്ന്. അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാം, എന്നാലും അത് ഞാൻ ഒന്ന് പറഞ്ഞു തരാം. അനന്തരം യഹോവ ദാവീദ് രാജാവിന് ചുറ്റുമുള്ള സകല ശത്രുക്കളിൽ നിന്നും സ്വത്ത് നൽകി അവന് അരമനയിൽ വാഴുമ്പോൾ ഒരിക്കൽ രാജാവ് നാഥാൻ പ്രവാചകനോട്, ഇതാ ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ വസിക്കുന്നു, ദൈവത്തിൻ്റെ പെട്ടകമോ തിരശ്ശീലയ്ക്ക് അകത്തുമിരിക്കുന്നു എന്ന് പറഞ്ഞു. നാഥാൻ രാജാവിനോട്, നീ ചെന്ന് നിൻ്റെ ഹൃദയത്തിലുള്ളതൊക്കെ ചെയ്തു കൊള്ളുക, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ അന്ന് രാത്രി യഹോവയുടെ അരുളപ്പാട് നാഥാനുണ്ടായി, എൻ്റെ ദാസനായ ദാവീദിനോട് നീ ചെന്ന് പറയുക, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ അധിവസിക്കുന്ന നീ എനിക്ക് ഒരു ആലയം പണിയുമോ? ഞാൻ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച് നാൾ മുതൽ ഇന്ന് വരെയും ഒരാലയത്തിലും അധിവസിക്കാതെ ഒരു കൂടാരത്തിൽ വസിച്ചു സഞ്ചരിക്കുകയായിരുന്നു. പറഞ്ഞത് നിങ്ങൾ കേട്ടോ. ഞാൻ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച നാൾ മുതൽ ഇന്ന് വരെയും ഒരു ആലയത്തിലും അധിവസിക്കാതെ ഞാൻ, അതായത് ദൈവം. അപ്പോൾ ദാവീദിനോട് ദൈവം പറഞ്ഞത്, നീ എനിക്കൊരു ആലയം പണിയണ്ട, നിൻ്റെ മകൻ ശലോമോൻ എനിക്ക് ആലയം പണിയും. എന്തുകൊണ്ടാണ് ദാവീദിനോട് പറഞ്ഞത് നീ ആലയം പണിയണ്ടെന്ന്? നിൻ്റെ കൈ രക്തക്കറ പുരണ്ടതാണ്. അതുകൊണ്ട് ദാവീദ് ഏറ്റവും സ്നേഹിച്ചത് ദൈവമാണ്. അതിൻ്റെ പുറകെ പിന്നെയും പറയുന്നു, ദാവീദിനെ എങ്ങനെ എന്തുകൊണ്ട് നിന്നെ കൊണ്ടുവന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ബൈബിൾ വായിക്കണം. എന്നാൽ ഈ ആലയം ദൈവത്തിന് ശലോമോൻ പണിത് അവിടെ എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന് അധിവസിക്കാനാണ്. അവിടെ നിങ്ങൾ ഈ ഗീവറിസത് ആണെങ്കിലും ഏത് പരിശുദ്ധനാണെങ്കിലും അവർ ലോകത്തിൽ മനുഷ്യനായി ജനിച്ച മനുഷ്യനായി മരിച്ച മണ്ണോട് ചേർന്നവരാണ്. അല്ലാതെ ഏരിയാവരെ പോലെ ഉയരത്തിലെടുക്കപ്പെട്ടവരല്ല. അപ്പോൾ നിങ്ങൾ എന്തിന് ഇവരുടെ
ഏ, അംശവും തിരിശേഷിപ്പും എന്നും പറഞ്ഞ് അവർ നടന്ന വഴിയിലെ മണ്ണും അല്ലെങ്കിൽ ഏതെങ്കിലും കൽപ്പിത രൂപം ഉണ്ടാക്കി അവിടെ കൊണ്ടുവച്ച് നിങ്ങൾ അതിനെ വണങ്ങുന്നു. എനിക്കറിയാൻ വേണ്ടി ചോദിച്ചതാ. ഓർത്തഡോക്സ് വിശ്വാസികൾ പരിശുദ്ധരാണെന്ന് എനിക്കറിയാം. കാരണം അവർ എന്നും എല്ലാ ആഴ്ചയും കുമ്പസാരിച്ച് കുർബാന കൊടുക്കുന്നുണ്ട്. കുമ്പസാരിക്കുക എന്ന് പറഞ്ഞാൽ പാപം പറ്റി പറയുക. ആരുടെ മുന്നിലാണ്? ഏറ്റവും അതിക്രമവും പാപം ചെയ്യുന്ന പുരോഹിതൻ്റെ മുന്നിൽ, അല്ലെ മെത്രാൻ്റെ മുൻപിൽ. അവരുടെ മുൻപിൽ നിങ്ങൾ പാപമായിട്ട് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കുകയാണ്. ഞാൻ കൊണ്ട് പറയുന്നില്ല മക്കളെ, ഏതായാലും കൊള്ളാം. ഈ ചന്ദ്രപ്പള്ളിയിലെ വിശ്വാസികളെങ്കിലും പറയണം ഈ ചെമ്പെടുപ്പ് എന്താണെന്നുണ്ട്. അതുപോലെ പല അനാചാരങ്ങളും ഉണ്ട് ഓർത്തഡോക്സ് സഭയിൽ. അതിനെക്കുറിച്ച് ഞാൻ നീ എടുക്കുന്നില്ല. നിങ്ങൾ പറയിച്ച ലോകത്തിൽ നിങ്ങൾ പേപ്പറിൽ കൊടുക്കുമല്ലോ ചെമ്പെടുപ്പ് തിരുനാൾ, അല്ല അരിയുടെ കർമ്മം, ഇതൊക്കെ നിങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. എന്നാൽ എന്താണ് ഈ ചെമ്പെടുപ്പ്, അതിൻ്റെ പുറകിലെ കഥ എന്താണെന്നുള്ളൂ ഈ ലോകത്തിൽ അറിയേണ്ടതിന് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട കടമ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് ദൈവം പറയിപ്പിക്കേണ്ട. നിങ്ങൾ ചെയ്യുന്ന ഈ അനാചാരങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് ഭാവിയിൽ മനസ്സിലാകും.